റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കാദമിക് റൈറ്റിംഗ്. ഇതിലെ ആദ്യ ടോപ്പിക്കാണ് അക്കാദമിക് റൈറ്റിംഗ്. ഇറ്റ് ഈസ് സീരിയസ് ആൻഡ് ഫോർമൽ വേ ഓഫ് റൈറ്റിംഗ്. ഇത് സീരിയസ് ആയിട്ടുള്ള ഫോർമൽ വേ ഓഫ് റൈറ്റിംഗുമാണ്. അക്കാദമിക് റൈറ്റിംഗ് ഈസ് ജനറലി റെഫേഴ്സ് ടു ഓൾ റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ഗിവൺ ടു സ്റ്റുഡൻസ് ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡി. എക്സാമ്പിൾ ബുക്ക് റിവ്യൂ, എസ്സേ, കേസ് സ്റ്റഡി എക്സെട്ര. പഠനത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്ന എല്ലാ റൈറ്റിംഗ് അസൈൻമെൻറ്റ്സും അക്കാദമിക് എസ്സേയിൽ ഉൾപ്പെടുന്നു. എക്സാമ്പിളാണ് ബുക്ക് റിവ്യൂ, കേസ് സ്റ്റഡി, എസ്സേസ് എക്സെട്ര. അടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാദമിക് എസ്സേ ആൻഡ് നോൺ അക്കാദമിക് എസ്സേ. അക്കാദമിക് എസ്സേയും നോൺ അക്കാദമിക് എസ്സേയും തമ്മിലുള്ള ഡിഫറൻസ്. അക്കാദമിക് എസ്സേ ഇറ്റ് കണ്ടെയ്ൻസ് ഫോർമൽ ലാംഗ്വേജ്. ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെസ് യൂസ്ഡ് വേർഡ്സ് ഇൻ കോൺവെർസേഷൻ. കോൺവെർസേഷൻ ഉപയോഗിക്കുന്ന വേർഡ്സ് കുറവായിരിക്കും. ഇറ്റ് യൂസ് ടെക്നിക്കൽ വേർഡ്സ്, ടേംസ്, സിഗ്നൽസ് വേർഡ്സ് എക്സെട്ര. ഇറ്റ് കണ്ടെയ്ൻ 3 പാരഗ്രാഫ്, ഫോർമൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ലോങ് ബോഡി പാരഗ്രാഫ് ആൻഡ് എ കൺക്ലൂഷൻ. 3 പാരഗ്രാഫ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും ലോങ് ആയിട്ടുള്ള ബോഡി പാരഗ്രാഫും ഒരു കൺക്ലൂഷനും. ഇറ്റ് കണ്ടെയ്ൻ റെഫറൻസിങ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ്. ടേബിൾസും ഫിഗേഴ്സൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇംപേഴ്സണൽ, അതായത് പേഴ്സണൽ ആയിട്ട് നമ്മളെ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഇൻക്ലൂഡ് ബിബ്ലോഗ്രാഫി, ഫുട് നോട്ട്സ് എക്സെട്ര. അടുത്ത നോൺ അക്കാദമിക് എസ്സേ. ഇറ്റ് ഈസ് പേഴ്സണൽ. ഇത് തികച്ചും പേഴ്സണൽ ആയിരിക്കും. ഇറ്റ് യൂസ് സിമ്പിൾ ആൻഡ് ഹൈ ഫ്രീക്വൻസി വേർഡ്സ്. സിമ്പിൾ ആയിട്ടുള്ളതും ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വേർഡ്സാണ് ഉപയോഗിക്കുന്നത്. നോൺ ടെക്നിക്കൽ ആൻഡ് ഇൻഫോർമൽ വേർഡ് യൂസ്ഡ്. ഇറ്റ് കണ്ടെയ്ൻ എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആൻഡ് എ ബോഡി പാരഗ്രാഫ്. ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും ഒരു ബോഡി പാരഗ്രാഫാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. നോ റെഫറൻസിങ് യൂസ്ഡ് ആൻഡ് നോ ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് യൂസ്ഡ് ആൻഡ് നോ ബിബ്ലോഗ്രാഫി ആൻഡ് ഫുട് നോട്ട്സ്. റെഫറൻസിങ്ങും ടേബിൾസ് ആൻഡ് ഫിഗേഴ്സും ബിബ്ലോഗ്രാഫിയും ഒന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അടുത്ത ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗും ക്രിയേറ്റീവ് റൈറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അക്കാദമിക് റൈറ്റിംഗ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപേഴ്സണൽ. നോ പേഴ്സണൽ ഫീലിങ്സ് ആഡഡ്. ഇവിടെ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അടുത്ത ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആയിരിക്കും ആൻഡ് ഇൻക്ലൂഡ് പേഴ്സണൽ ഫീലിങ്സ് ചെയ്യാം. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നു. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ഇംപേഴ്സണൽ ആയിരിക്കും. ഫോർമൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് ആൻഡ് സീരിയസ്നെസ്. അടുത്ത വണ്ണാണ് ഹോണർ കോഡ്. ഹോണർ കോഡ് ഇറ്റ് ഈസ് എ പ്ലഡ്ജ് ടേക്കൺ ബൈ സ്റ്റുഡൻസ് ദാറ്റ് ദേ വിൽ ഹോൾഡ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ആൻഡ് വിൽ നോട്ട് എൻഗേജ് ഇൻ എനി കൈൻഡ് ഓഫ് ചീറ്റിംഗ്, സ്റ്റീലിംഗ് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ സ്റ്റുഡൻസ് ടു ബി സൈൻഡ് ഇൻ ദാറ്റ് എഗ്രിമെൻറ്റ്. അക്കാദമിക് എസ്സേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള യൂണിവേഴ്സിറ്റികൾ കുട്ടികളെ കൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കും. ഒരു ഓണർ കോഡ് ഒപ്പിടാൻ ആവശ്യപ്പെടുന്നു. ഇതിൽ കുറച്ച് നിയമങ്ങളാണ്. നമ്മൾ സത്യസന്ധത പുലർത്തുമെന്നും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. അടുത്ത ബ്ലൈൻഡ് പിയർ റിവ്യൂ. വെൻ ആൻ അക്കാദമിക് പേപ്പർ ഈസ് റിട്ടേൺ ഫോർ എ പബ്ലിക്കേഷൻ ഇറ്റ് undergoes certain process known as blind peer review. The paper submitted by a scholar sent it to another scholar without the names and other details of the writer. The reviewers read the paper and determine it is worth for publishing. നമ്മൾ ഒരു പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു പേപ്പർ തയ്യാറാക്കുകയാണെങ്കിൽ ആ പേപ്പർ സർട്ടൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് ഈ പേപ്പർ സെൻഡ് ചെയ്യുന്നു. അതായത് എഴുത്തുകാരൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും വെക്കാതെ തന്നെ നമ്മളൊരു എഴുത്തുകാരൻ മറ്റൊരാൾക്ക് ഈ പേപ്പർ സെൻഡ് ചെയ്യുന്നു. അദ്ദേഹമാണ് ഈ പേപ്പർ പബ്ലിഷ് ചെയ്യാൻ പറ്റിയതാണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് ബ്ലൈൻഡ് പിയർ റിവ്യൂ എന്ന് പറയുന്നത്. അടുത്ത് പ്ലേജിയാരിസം, അത് മോഷണം. ഇറ്റ് ഈസ് എ സീരിയസ് ഒഫൻസ്. ഇറ്റ് ഈസ് യൂസ് ഓഫ് അതേഴ്സ് വർക്ക്, ഐഡിയാസ് ആൻഡ് വൺസ് ഓൺ, ഓർ ഇറ്റ് ഈസ് ആക്ട് ഓഫ് സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ് ആൻഡ് വർക്ക് ആസ് പാസിംഗ് അവർ ഓൺ. ഇത് മോഷണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ വർക്ക് കോപ്പി അടിക്കുക, അല്ലെങ്കിൽ അവരുടെ വർക്ക് നമ്മളെ വർക്കായിട്ട് അവരുടെ വർക്കുകൾ നമ്മൾ നോക്കി എഴുതുകയോ അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ നമ്മൾ പകർത്തി എഴുതുകയൊക്കെ ചെയ്യുന്നതാണ് പ്ലേജിയാരിസം. ലാസ്റ്റ് വൺ സജഷൻ ടു ഇംപ്രൂവ് ദ റൈറ്റിംഗ് സ്കിൽ. നമ്മൾ റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുന്നതിന്
എല്ലാ സജഷൻസാണ്. ഫസ്റ്റ്, സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. നമ്മൾ മിസ്റ്റേക്കുകളൊന്നും പേടിക്കാതെ നമ്മൾ മനസ്സിൽ തോന്നുന്ന എന്തൊരു കാര്യം നമ്മൾ ഫ്രീ ആയിട്ട് എഴുതുക. സെക്കൻഡ് വൺ, കീപ് എ ജേണൽ. എല്ലാ ദിവസവും നമ്മൾ മനസ്സിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും എഴുതിയിരിക്കണം. തേർഡ് വൺ, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. നമ്മൾ എഴുതാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി വായിച്ചിട്ടൊരു എത്തിയിരിക്കണം. അടുത്ത്, തിങ്ക് ക്രിറ്റിക്കലി. നമ്മൾ എന്താണോ എഴുതാൻ വിചാരിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കുക, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. ഡെവലപ്പ് റിസർച്ച് സ്കിൽ. നമ്മൾ എഴുതാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുക, അതിൻ്റെ സാധ്യതകളും അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്യുക. ലാസ്റ്റ് വൺ, ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. നമ്മൾ എഴുതാൻ പോകുന്ന ഭാഷ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.